ശ്ലാഘനീയമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനും അവരവരുടെ കഴിവിൻ്റെയും പരിശ്രമത്തിൻ്റെയും തോത് വർദ്ധിപ്പിക്കാനും കൂടുതൽ മികച്ച വിജയങ്ങളിലേക്ക് അവരെ എല്ലാവരെയും എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികളെ ഞാൻ കാണുന്നത്. സുദീർഘമായി ഈ സന്ദർഭത്തിൽ സംസാരിക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധാരാളം കുട്ടികൾ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളെല്ലാവരും മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നീങ്ങുന്നവരാണ് നിങ്ങളെല്ലാവരും. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക, +2 പാസ്സായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒന്നുകിൽ ഏറ്റവും നല്ലൊരു ഡിഗ്രി എടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പ്രൊഫഷണൽ കോഴ്സിന് ചേരണം, നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കണം, നല്ല ജോലി ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഉപാധിയായി മാറ്റപ്പെട്ടിട്ട് കുറച്ചു കാലങ്ങളായി. എന്തിനാണ് പഠിക്കുന്നത് എന്നൊരു കുട്ടിയോട് ചോദിച്ചാൽ ആദ്യം വരുന്ന ഉത്തരം ഒരു നല്ല ജോലി കിട്ടുക എന്നുള്ളതാണ്. നല്ല ജോലി കിട്ടണം, എന്നിട്ടൊന്ന് സെറ്റിലാവണം. ഈ 2 ആഗ്രഹങ്ങളാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ജോലി കിട്ടണം എന്നുള്ളത് തെറ്റായിട്ടുള്ള ആഗ്രഹമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ജോലി എല്ലാവരുടെയും ആവശ്യമാണ്. നല്ല ജോലി കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. പക്ഷെ ഒരു നല്ല ജോലി മാത്രമാണോ വിദ്യാഭ്യാസം കൊണ്ട് നാം ആഗ്രഹിക്കേണ്ടതും അർത്ഥമാക്കേണ്ടതും? കൂടുതൽ പഠിക്കാൻ നാം ശ്രമിക്കുമ്പോൾ അത് മെച്ചപ്പെട്ട ജോലി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണോ നാം കാണേണ്ടത്? അതിനപ്പുറത്ത് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതല്ലേ? അങ്ങനെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ അറിവിന്റെ ലോകത്തേക്ക് പോവുക എന്നുള്ളത് തനിക്ക് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനപ്പുറത്ത് ഏതെങ്കിലും മേഖലയിൽ പുതിയതായി എന്തെങ്കിലും സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള പരീക്ഷണമായിട്ടാണല്ലോ വിദ്യാഭ്യാസത്തെ മാറ്റേണ്ടത്. അങ്ങനെ മാറ്റാനുള്ള പരിശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ നമ്മുടെ ആരുടെയും കുറ്റമല്ല. കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നാം സ്വീകരിച്ചു വരുന്ന ഒരു പുതിയ രീതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പൊ 10ാം ക്ലാസ് പാസ്സായാൽ നമ്മുടെ രക്ഷിതാക്കന്മാർ ആദ്യം ചെയ്യുക എന്താണ്? ഏത് രക്ഷിതാക്കന്മാരും ആദ്യം ചെയ്യുക, +2 അഡ്മിഷൻ എടുക്കുമ്പോൾ ആ സ്കൂളിന് ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെന്ററുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ എന്നാണ് ആദ്യം ചിന്തിക്കുക. നാട്ടിലെമ്പാടും ഇപ്പോ ആകെയുള്ള വിദ്യാലയങ്ങളെക്കാൾ കൂടുതൽ അത്തരം കോച്ചിങ് സെന്ററുകളാണ്. പ്രധാനപ്പെട്ട എല്ലാ വിദ്യാലയങ്ങളും ഇങ്ങനെയുള്ള കുറെ കോച്ചിങ് സെന്ററുകളുമായി പരസ്പരം ബന്ധപ്പെട്ടിട്ട് വേണം. നിങ്ങൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെ വൈകുന്നേരം യാത്ര ചെയ്താൽ സ്കൂളുകൾക്ക് മുമ്പിൽ ഒരു തിരക്കും അനുഭവപ്പെടാറില്ല. പക്ഷേ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ തിരക്കാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? ആ മാറ്റം ഈ സമൂഹം നമ്മുടെ കുട്ടികളിൽ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി ജയിക്കുമോ ആ കുട്ടിയുടെ മനസ്സിലേക്ക് സൃഷ്ടിക്കപ്പെടേണ്ട വികാരം നാളെ എനിക്ക് എന്ത് ജോലി കിട്ടുമെന്നാണോ? അങ്ങനെയാണോ സൃഷ്ടിക്കപ്പെടേണ്ടത്?
പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ രക്ഷിതാക്കന്മാർ അങ്ങനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു രക്ഷിതാവ് നമ്മുടെ കുട്ടികളോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എന്താണ് നിന്റെ പാഷൻ, എന്താണ് നിന്റെ ആഗ്രഹം? ആ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കാൻ നമ്മുടെ നാട്ടിൽ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് തീരുമാനിക്കാൻ സാധിക്കുമായിരുന്നു ഞാൻ ഏത് വിഷയം എടുക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ഒരു കുട്ടി എന്തു പഠിക്കണം എന്ന് തീരുമാനിക്കാൻ അവനിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. പല കാരണങ്ങളാണ്. കൂടെ പഠിക്കുന്ന കുട്ടികൾ ഒരു കോഴ്സിൽ ചേർന്നാൽ ആ കോഴ്സിൽ തന്നെ തന്റെ മക്കളും ചേരണം എന്ന് നിർബന്ധം പിടിക്കുന്ന രക്ഷിതാക്കന്മാരുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷമായി പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ആ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ചു പോരേണ്ടി വരുന്ന ധാരാളം അനുഭവമുണ്ട്. എന്തുകൊണ്ടാണ് അനുഭവം ഉണ്ടാകുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല ആ കുട്ടിയെ വിവിധ കോഴ്സുകൾ പഠിക്കാൻ ചേർത്തിട്ടുള്ളത്. എത്രയോ കേസുകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഒന്നുകിൽ എഞ്ചിനീയറിംഗ് ചേർക്കും, അല്ലെങ്കിൽ MBBS ചേർക്കും, അല്ലെങ്കിൽ നഴ്സിംഗിന് ചേർക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേർക്കും. കേരളത്തിലും വെളിയിൽ ബാംഗ്ലൂരിലും ചെന്നൈയിലൊക്കെ കൊണ്ടുപോയി ചേർക്കും. ഒരു വർഷം, 6 മാസം, 1 വർഷമൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് ആ വിഷയവുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കില്ല. ആ വിഷയത്തിന്റെ ഈ ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടിക്ക് ഡൈജസ്റ്റ് ആവില്ല. കുട്ടി മെല്ലെ മെല്ലെ പഠിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. രക്ഷിതാക്കന്മാരോട് പറയും എനിക്ക് അവിടെ പഠിക്കാൻ സാധിക്കില്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. കുറേയേറെ രക്ഷിതാക്കന്മാർ നിർബന്ധിച്ച് നോക്കും. പിന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കും, കൗൺസിലിംഗ് നടത്തും. കുട്ടിക്ക് ആ വിഷയം തുടർന്ന് പഠിക്കാൻ സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ തിരിച്ചു പോരും. തിരിച്ചു പോന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആവശ്യമായ ഫീസൊക്കെ ആദ്യം അടച്ചിട്ടുണ്ടാകും. സർട്ടിഫിക്കറ്റ് എവിടെയായിരിക്കും? ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു വരണം. ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങാൻ വേണ്ടി പിന്നെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് ശുപാർശ ചെയ്ത് ആ സ്ഥാപനത്തിന്റെ പിന്നാലെ കയറിയിറങ്ങുകയാണ്. ഇത് 1, 2, 3 അല്ല, 100 കണക്കിന് കേസുകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 100 കണക്കിന് കേസുകൾ ഉണ്ടാക്കുന്നത്? ഇവിടെ കുട്ടികളോടൊപ്പം ധാരാളം രക്ഷിതാക്കന്മാരും വന്നിട്ടുണ്ട്. ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു കോഴ്സിന് നമ്മുടെ കുട്ടിയെ ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ മകളെ ഏത് കോഴ്സും ആവട്ടെ ചേർക്കുന്നതിന് മുമ്പ് അവരൊന്ന് ചേർത്ത് പിടിച്ച് അവരോട് ചോദിക്കണം, മോനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണോ നിന്റെ ആഗ്രഹം? അപ്പൊ സ്വാഭാവികമായിട്ടും പല രക്ഷിതാക്കന്മാരോടും ചോദിക്കുന്ന സമയത്ത് രക്ഷിതാക്കന്മാർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ആഗ്രഹം പറയാൻ അവനെന്ത് അവകാശം? 18 വയസ്സ് പൂർത്തിയാകാൻ +2 കഴിഞ്ഞാൽ 12 വയസ്സ് പൂർത്തിയാവില്ല. 18 വയസ്സ് പോലും പൂർത്തിയാവാത്ത ഒരാളോട് അവൻ എന്ത് കോഴ്സിന് ചേരണം എന്ന് ചോദിച്ചാൽ അവനങ്ങനെ പറയാൻ സാധിക്കും. നമ്മളെ മക്കളെ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യണ്ട. പാഷൻ എന്നുള്ളത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നില്ല. പാഷൻ എന്നുള്ളത് ബൈ ബർത്ത് ഒരാൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ മനസ്സിൽ ഒന്നിനോടുള്ള ആഗ്രഹവും ആഭിമുഖ്യവും നമ്മുടെ ജന്മത്തിലൂടെ നമുക്ക് സൃഷ്ടിക്കുന്നതാണ്. ചെറിയ കുട്ടികളെ നമ്മൾ നോക്കുക. നമ്മൾ ആരും പറയാതെ ചിത്രം വരക്കുന്ന ചെറിയ കുട്ടികളില്ലേ? ഏതെങ്കിലും അച്ഛനും അമ്മയും കുട്ടികളെ, ചെറിയ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ചിത്രം വരക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ ആ കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു പെൻസിൽ കിട്ടിയാൽ അവിടെയും ഇവിടെയൊക്കെ വരച്ചിടും. പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലെ എല്ലാ ചുമരുകളിലും കുട്ടികൾ ചിത്രം വരച്ചിടും. ഇന്ന് കുട്ടികൾക്ക് അതിനുള്ള പെർമിഷൻ ഒന്നുമില്ല. 2 പ്രാവശ്യം ചിത്രം വെച്ചാൽ 3-ാം പ്രാവശ്യം കുട്ടിക്ക് തല്ലി വിടും. ചെറിയ മക്കൾ നമ്മൾ ആരും പറയാതെ പാട്ട് പാടുന്നില്ല. അവർക്കറിയാവുന്ന ഭാഷയിൽ ഓരോ വിഷയത്തോടുമുള്ള നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതൊരു പാഷനായിട്ട് മാറുന്നത് നമ്മുടെ ജന്മത്തിലൂടെ നമുക്ക് കിട്ടുന്ന നൈസർഗികമായിട്ടുള്ള ഒരു കഴിവാണ്. ആ കഴിവ് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്താണ്, ആ പാഷൻ എന്താണെന്ന്, ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് എന്ന് അറിയുന്നിടത്താണ്, അങ്ങനെ അവൻ ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് അവനെയും അവളെയും എത്തിക്കാൻ പരിശ്രമിക്കുന്നിടത്താണ് അവരുടെ ജീവിതം വിജയകരമാക്കുക. ഒരു കുട്ടിയുടെ ജീവിതം വിജയകരമാകുന്നത്
എൻട്രൻസിന്റെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ആദ്യത്തെ 500 റാങ്കിൽപ്പെട്ടാൽ അതാണ് കുട്ടികളുടെ ജീവിതത്തിന്റെ വിജയമെന്ന് നാം ധരിക്കരുത്. നിങ്ങൾ ആരും ധരിക്കരുത്. നമ്മുടെ ജീവിതം വിജയിക്കുന്നത് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസം നേടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് തുടക്കമുണ്ടാകുന്നത്. ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ സാധിക്കുക, നമ്മുടെ മനസ്സിലെ നമ്മുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും നമുക്ക് സഫലീകരിക്കാൻ നമ്മൾ നേടുന്ന കഴിവുകൾ, നമ്മുടെ സ്വന്തമായിട്ടുള്ള കഴിവുകൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമ്മുടെ എല്ലാവരുടെയും വിജയമുണ്ടാകുന്നത്. അങ്ങനെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പരിശ്രമം എല്ലാ കുട്ടികളുടെയും ഭാഗത്തുണ്ടാകണം. നിങ്ങളെല്ലാവരും ആരംഭിച്ചിട്ടേയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് എല്ലാ കുട്ടികളും +2 എൻ്റെ റിസൾട്ട് +2 പാസ്സായിട്ടുള്ള കുട്ടികളായിരിക്കും. കുറച്ചു പേരെങ്കിലും SSLCയും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന്റെ ചവിട്ടുപടികൾ നാം ചവിട്ടിക്കയറുന്നേയുള്ളൂ. അങ്ങനെ ചവിട്ടിക്കയറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് കുറെ കരിയറിസ്റ്റുകളെ സൃഷ്ടിക്കാനുള്ളതല്ല വിദ്യാഭ്യാസം എന്നുള്ളത്. ആ ബാലപാഠം നമ്മുടെ മനസ്സിലുണ്ടാവും. സ്വാമി വിവേകാനന്ദന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള മനുഷ്യത്വത്തെ ഉണർത്തലാണ് വിദ്യാഭ്യാസം. ഒരു നല്ല മനുഷ്യനായി മാറാൻ അതിനുള്ള പരിശ്രമമാണ് വിദ്യാഭ്യാസം. നല്ല മനുഷ്യരാവുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണ് എന്നാണ് നമ്മുടെ ബന്ധം. പക്ഷെ അത് എത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. നല്ല മനുഷ്യരാകണമെങ്കിൽ നാം ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചുള്ള സാമൂഹ്യമായിട്ടുള്ള ബോധമുണ്ടാവണം. നാം ഒരു സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. ആ സമൂഹത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് എന്താണ് എന്നറിയാനുള്ള പരിശ്രമം ഉണ്ടാവണം. രാവിലെ ഒരു കുട്ടിയുടെ ജീവിതം രാവിലെ ആരംഭിക്കുന്നതാണ്. രാവിലെ ട്യൂഷൻ ഉണ്ടാകും, അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ ട്യൂഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അല്ലാതെയുള്ള നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ, എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ, ചില ആൾക്കാർ ഡാൻസ് പഠിക്കും, ചില ആൾക്കാർ എന്തെങ്കിലും വ്യായാമമുറകൾ പഠിക്കും, അല്ലെങ്കിൽ മറ്റൊരാളുകൾക്ക് എന്തെങ്കിലും സ്പോർട്സിന് പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം രാത്രി വന്നു കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാറായി. നാം നമ്മുടെ കുട്ടികളുടെ ഒരു ദിവസത്തെ നിങ്ങൾ എല്ലാവരുടെയും ഒരു ദിവസത്തെ ടൈം ടേബിൾ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ. നാം ഒരു സ്വിച്ചിട്ട യന്ത്രം പോലെ ജീവിക്കുകയാണ്. രാവിലെ അച്ഛനും അമ്മയും എഴുന്നേൽപ്പിക്കും. അതെത്ര വലുതായാലും കുട്ടികളെ എഴുന്നേൽപ്പിക്കണം. എഴുന്നേൽക്കുന്ന സമയം കൂടുകയും ഉറങ്ങാനുള്ള സമയം അതിക്രമിക്കുകയും ചെയ്യുന്നു. പണ്ടൊക്കെ മിനിമം ഒരു 10 മണിക്ക് ആളുകൾ കിടന്നുറങ്ങും, രാവിലെ ഒരു 6 മണിക്കെങ്കിലും എഴുന്നേൽക്കും. ഇപ്പൊ നമ്മുടെ കുട്ടികളെല്ലാവരും ഉറങ്ങുന്നത് എത്ര മണിക്കാണ്? ഏതാണ്ട് എല്ലാ കുട്ടികളും ഉറങ്ങുന്നത് 1 മണിക്കൊക്കെയാണ്. 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഉറങ്ങുന്ന കുട്ടികളുണ്ട്. എന്നിട്ട് അവരൊരു 8:30-9 മണി വരെ പറ്റുമെങ്കിൽ കിടന്നുറങ്ങും. 9 മണിക്കാണ് ക്ലാസ്സെങ്കിൽ ഒരു 8:40 ആകുമ്പോൾ ചാടി എഴുന്നേറ്റ് ഒരു ധൃതിയായി ബേബ് കൊടുത്തു പോകും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ കുറ്റം കൊണ്ടല്ല, നമ്മളങ്ങനെ ആയിത്തീരുകയാണ്. അപ്പൊ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഏറ്റവും ടൈറ്റ് ഷെഡ്യൂളാണ്. അങ്ങനെ ഒരു ടൈറ്റ് ഷെഡ്യൂളിനകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അപ്പുറത്തും ഇപ്പുറത്തും ആളുകളെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുക? നമ്മുടെ സൗഹൃദങ്ങളെല്ലാം ഇപ്പോ വാട്സപ്പും ഒക്കെ വന്നപ്പോൾ അതിലൂടെയാണ് നമ്മുടെ സൗഹൃദങ്ങളെല്ലാം. എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൂടെയാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു കൃത്രിമമായിട്ടുള്ള ജീവിതം നയിച്ചാൽ
എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് ചുറ്റുപാടുമുള്ളതിനെ കുറിച്ചുള്ള ഒരു സാമൂഹിക ബോധം ഉണ്ടാവുക, നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് ഞാൻ ആദ്യം പറയുന്നത്, വിദ്യാഭ്യാസം എന്നുള്ളത് കുറെ കരിയറിസ്റ്റുകളെ സൃഷ്ടിക്കാനോ കുറെ നല്ല പ്രൊഫഷണലുകളെ സൃഷ്ടിക്കാനോ വേണ്ടി മാത്രമല്ല, ഉള്ളറിയുന്ന മനുഷ്യരെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം. നല്ല ആത്മബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കുറച്ചു സമയം നമുക്ക് സ്വൈര്യമായി സ്വതന്ത്രമായി വളരെ ഫ്രീ ആയിട്ട് ആളുകളുമായിട്ട് ഇടപഴകാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ സാധിക്കുമ്പോഴാണല്ലോ സമൂഹത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. പണ്ടൊക്കെ കുറേയേറെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ മരുന്നുകൾ നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോകും. നിങ്ങളാരിപ്പോൾ നടന്നു പോകണമെന്ന് ഞാൻ പറയുന്നില്ല, കാലഘട്ടമൊക്കെ മാറി, അതിനൊന്നും സമയമില്ല. പിന്നെ ബസ്സിനാണ് പോകാറ്. ഇപ്പോ സ്കൂളിൽ വിദ്യാർത്ഥികളെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ആദ്യം രക്ഷിതാക്കന്മാർ ചോദിക്കുന്നതാണ്, സ്കൂൾ ബസ് ഉണ്ടോ? നമ്മുടെ വേറെ പണിയൊന്നുമില്ലല്ലോ, വീട്ടിന് ഉമ്മറത്ത് കയറാലോ. നാം വളരെ ചുരുങ്ങി വരികയാണ്. എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ, സ്കൂൾ ബസ്സിലേക്ക് ഒരു കുട്ടി കയറി സ്കൂളിലേക്ക് എത്തി, തിരിച്ച് അതേ സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് എത്തി, വീട്ടിനകത്തായി. സ്കൂൾ ബസ് എന്നത് റെഡിമെയ്ഡാണ്. ഒരേ തരത്തിൽ ചിന്തിക്കുന്ന കുറച്ച് കുട്ടികൾ, ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരാണ്, ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്. അവിടെ ഒരേ തരത്തിലുള്ള ആളുകളുടെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മളൊരു ലൈൻ ബസ്സിൽ കയറുമ്പോൾ ആ ബസ്സിൽ പലതരം ആളുകളാണ്, എന്തെല്ലാം ടൈപ്പ് ആളുകളാണ്. അപ്പോ നമ്മുടെ ആളുകൾ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം പ്രധാനമല്ലേ? ശരിയാണ്, സുരക്ഷിതത്വം പ്രധാനമാണ്. പക്ഷേ ഒരു 10 വർഷം മുമ്പ് നമ്മുടെ ഈ സമൂഹത്തിന് ഈ സുരക്ഷിതത്വം ഉണ്ടായിരുന്നില്ലേ? സുരക്ഷിതത്വം എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടപ്പെട്ട ഒരു വാഹനത്തിലോ മുറികളിലോ കുട്ടികളെ തടച്ചിടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തുന്നത് അവരുടെ ആത്മവിശ്വാസമാണ്. ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കാനും സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനുമുള്ള ഒരു കുട്ടിയുടെ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തെ നാം ചോർത്തിക്കളയരുത്. കാരണം ഈ തലമുറയിൽപ്പെട്ട കുട്ടികളെല്ലാവരും ചുറ്റുപാടും നടക്കുന്നതിനെ കുറിച്ചുള്ള കാര്യഗൗരവത്തോടു കൂടി മനസ്സിലാക്കുന്നിടത്താണ് അവന്റെയും അവരുടെയും സുരക്ഷിതത്വം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായി കുട്ടികളെ വിടണം. അവരുടെ പഠനവും അവരുടെ ജീവിതവും ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിടാൻ വേണ്ടി പാടില്ല. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അഭിലാഷങ്ങളും ഒക്കെ അവർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ അവർക്ക് സാധിക്കണം. അങ്ങനെയെല്ലാം ചെയ്യുന്നിടത്താണ് വിദ്യാഭ്യാസം എന്നുള്ളത് അർത്ഥപൂർണമാകുന്നത്. അതുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചപ്പോ, ഇപ്രാവശ്യം പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നപ്പോ ആ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇപ്പൊ +2 പാസ്സായിട്ടുള്ള കുട്ടികളെല്ലാവരും ആ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഗുണം അനുഭവിക്കാൻ വേണ്ടി കൊണ്ട് തലമുറയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാവുകയാണ്. സ്റ്റുഡന്റ് ഓറിയന്റേഷനാണ്. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ നയം നമുക്കുണ്ടാവുകയാണ്. നേരത്തെയുള്ള വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് സിലബസുകൾ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഒരു പ്രത്യേക സിലബസ് തയ്യാറാക്കി ആ സിലബസിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം നിങ്ങൾക്ക് സിലബസിന്റെ ഭാരമില്ല. എന്തു പഠിക്കണമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. ഒരേ സമയത്ത് 1-ൽ കൂടുതൽ ഡിഗ്രികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് 4 ഡിഗ്രിയെങ്കിലും നിങ്ങൾക്ക് ഒരേ സമയത്ത് പഠിക്കാം. ഇന്നതിന് സാധിക്കും. പണ്ടൊക്കെ 4 ഡിഗ്രി എടുക്കണമെങ്കിൽ ഓരോ 3 വർഷവും പഠിച്ച് 12 വർഷമാണ്.
12 വർഷം കൊണ്ടാണ് ഒരാൾക്ക് 4 ഡിഗ്രി എടുക്കാൻ സാധിക്കുക. ഇനി വരാൻ പോകുന്ന തലമുറക്ക് 4 വർഷം കൊണ്ട് 4 ഡിഗ്രി എടുക്കാം. അതിന്റെ അർത്ഥം ഡിഗ്രി എടുക്കാമോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ആഗ്രഹവും വിദ്യാർത്ഥികളുടെ അഭിലാഷത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ രാജ്യത്ത് വരികയാണ്. മറ്റൊന്ന്, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സമാനമായ സ്വഭാവമുള്ള ഒന്നിൽ കൂടുതൽ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിന് പരസ്പര ബന്ധമുണ്ടാവണം. ഇപ്പോ ചരിത്രം പഠിക്കുന്ന ഒരു കുട്ടിക്ക് സംഗീതം കൂടി പഠിക്കണം, ചരിത്രത്തിൽ ബിരുദമെടുക്കുമ്പോൾ അതിന്റെ കൂടെ എനിക്ക് സംഗീതത്തിൽ കൂടി ബിരുദമെടുക്കണം എന്ന് ആഗ്രഹിച്ചാൽ ആ കുട്ടിക്ക് ഓപ്ഷൻ ഉണ്ട്. ചരിത്രം പഠിക്കുന്നതോടൊപ്പം എനിക്ക് മാത്തമാറ്റിക്സ് കൂടി പഠിക്കണം എന്നൊരു കുട്ടിക്ക് തോന്നിയാൽ അതിന് ഓപ്ഷൻ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവന്റെ പഠിക്കാനുള്ള ആഗ്രഹത്തിന് മുമ്പിൽ നോ എന്ന് പറയുന്ന ഒരു ഉത്തരം ഇനി ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. എന്താണോ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് പഠിക്കാൻ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് രൂപപ്പെടുന്ന സിലബസുകളാണ്. നേരത്തെ സിലബസിനനുസരിച്ച് ഒരു സിലബസിനനുസരിച്ച് കുട്ടികളെ നാം മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ പുതിയ സമ്പ്രദായ പ്രകാരം കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് സിലബസുകൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ നയം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. രണ്ടാമത്, നാം നമ്മുടെ ഇന്നലകളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കണ്ടു. പഴയതാണ്, ഇതൊന്നുമല്ല, പക്ഷെ എനിക്ക് രസകരമായി തോന്നി. ഒരു സംഗീത മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടി ആ കുട്ടി പാടുന്ന പാട്ടിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉദയനന്റെ മകൻ എന്നൊരു സിനിമയിലുള്ള പാട്ടാണ്. ആ കുട്ടിക്ക് ഉദയനന്റെ മകൻ എന്ന് പറയാൻ അറിയില്ല, ഉദയനൻ ആരാണെന്ന് അറിയില്ല. കുട്ടി പറഞ്ഞത് വേറൊന്നുമാണ്. മലയാളികൾക്ക് വടക്കൻ പാട്ടുകളെ കുറിച്ച് അറിയാത്ത മലയാളികൾ. പഴയ ആളുകളാണെങ്കിൽ തച്ചോളി ഉദയൻ എന്ന് പറയുന്ന സിനിമ ഒരു 10 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും. വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത് മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് അത് അറിയാത്തത് അവരുടെ കുറ്റമല്ല. ഈ നാടിന്റെ പഴമകളെ കുറിച്ച്, നമ്മുടെ ജീവിത രീതികളെ കുറിച്ച് ഒന്നും നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. നാം കടന്നു വന്ന വഴികളെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. എത്രമാത്രം പുറകോട്ട് പോകാൻ സാധിക്കുമോ അതിനനുസരിച്ചാണ് നാം മുമ്പോട്ട് പോകുക. അതൊരു പ്രകൃതി നിയമമാണ്. നാം നമ്മുടെ ഇന്നലകളെ കുറിച്ച് അറിയണം. നമ്മുടെ ചരിത്രം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കൃതി, നമ്മുടെ പഴയ തലമുറയുടെ ജീവിതം, ഇതെല്ലാം അറിയണം. ഇതെല്ലാം അറിയുന്നത് ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് പകർത്താൻ വേണ്ടിയിട്ടല്ല. അതറിയുന്നത് നാളെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കരുത്ത് കിട്ടാനാണ്. നാം ഇവിടെ നിന്നാണ് വന്നത്. ഇപ്പൊ നിങ്ങൾ ആളുകൾ അസ്ത്രമെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഈ അസ്തമയുമ്പോൾ അതിന്റെ ഞാണ് എത്രമാത്രം ശക്തമായിട്ട് പുറകോട്ട് വലിക്കുന്നു അതിനനുസരിച്ചാണ് അസ്ത്രം മുമ്പോട്ട് പോകുക. പിറകിലേക്കുള്ള ശക്തിയാണ് മുമ്പോട്ടേക്കുള്ള ഊർജം. നിങ്ങൾ തിരമാലകൾ ബീച്ചിൽ പോകാറുണ്ടല്ലോ. ബീച്ചിൽ പോകുമ്പോൾ നിങ്ങൾ ഈ തിരമാല അടിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. തിരമാല എത്രമാത്രം ഉൾക്കടലിലേക്ക് തിര പോകുന്നു അതിന്റെ ഇരട്ടി ശക്തിയിലാണ് അത് തീരത്തേക്ക് വരിക. അപ്പൊ ഏതും പ്രകൃതി നിയമമാണ്. പുറകോട്ട് വലിയുമ്പോൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജം ഉണ്ടാകും. നമുക്ക് പിറകിലുള്ളതിനെ കുറിച്ച് പഠിക്കാൻ നാം പരിശ്രമിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നലകളെ കുറിച്ച് പഠിക്കണം. നിങ്ങളെല്ലാവരും കേരളത്തെക്കുറിച്ച് പഠിക്കണം, മലയാളത്തെക്കുറിച്ച് പഠിക്കണം. നല്ല മലയാളം ശീലിക്കാൻ നമുക്ക് സാധിക്കണം. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. പക്ഷെ മലയാളത്തെക്കുറിച്ച് അഭിമാനം ഉള്ള എത്ര പേർ നമ്മുടെ നാട്ടിലുണ്ട്? നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ വിമാനത്താവളങ്ങളിലൊക്കെ മലയാളത്തിൽ അനൗൺസ്മെന്റ് എന്ന് നിങ്ങൾ കണ്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യമുണ്ട്.
പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നുകൊണ്ടാണ് മലയാളത്തിലെ അനൗൺസ്മെന്റ് ഇല്ലാത്തത്. ഈ വിമാനം കയറി പോകുന്നവരെല്ലാവരും ഹിന്ദി ഇംഗ്ലീഷ് അറിയുന്നവരാണ്. പക്ഷേ കേരളത്തിന് വെളിയിൽ നിങ്ങൾ ഏത് എയർപോർട്ടിൽ പോയി നോക്കും, ഇപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങിയാൽ അവിടെ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അനൗൺസ്മെന്റ് തമിഴിലാണ്. ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അനൗൺസ്മെന്റ് കന്നഡയിലാണ്. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിങ്ങൾ പോയാൽ കഴിഞ്ഞാൽ തെലുങ്ക് ഭാഷയിലാണ് അനൗൺസ്മെന്റ്. എന്ത് മലയാളത്തോട് നമുക്ക് ഇത്ര വിപ്രതിഥി? മലയാളമല്ലേ നമ്മുടെ മാതൃഭാഷ. എന്തുകൊണ്ടാണ് മലയാളത്തിലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സാഹിത്യ ശാഖ മലയാളമാണ്. മലയാളത്തോട് മല്ലിടാൻ സാധിക്കുന്ന ഒരു സാഹിത്യ ശാഖയും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തില്ല. പക്ഷെ ആ മലയാള സാഹിത്യം നമ്മുടെ എത്ര പേർ പഠിക്കുന്നു? ഉള്ളൂരിന്റെയും ആശാന്റെയും വള്ളത്തോളിന്റെയും ഒരു 4 വരി കവിത പാടാൻ പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാൻ സാധിക്കും? ഞാനിത് പറയാൻ കാരണം, നാം പല സ്ഥലത്ത് പോകുമ്പോൾ മറ്റെല്ലാവർക്കും അവരവരുടെ മാതൃഭാഷയെക്കുറിച്ച് അഭിമാനബോധമുണ്ടാകുമ്പോൾ മലയാളികൾ മാത്രം മലയാളം മറന്നു പോകുന്നു എന്ന് പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആശങ്കയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പങ്കുവച്ചത്. മലയാളം എന്നുള്ളത് നമ്മുടെ മാതൃഭാഷയാണ്. അതിന് മുലപ്പാലിന്റെ മണമുണ്ട്. നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും ഒരു കുട്ടിക്ക് മുലപ്പാല് കുടിച്ച് വളരാൻ സാധിക്കുന്ന കുട്ടിക്കുള്ള ആരോഗ്യം മറ്റൊരു പാല് കുടിച്ചാലും മറ്റൊരു ആഹാരം കുടിച്ചാലും മറ്റൊരു ഫീഡിങ് നടത്തിയാലും കിട്ടില്ല. നാം മനസ്സിലാക്കേണ്ടത്, നാം എത്രമാത്രം മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാലും ഏത് ഭാഷ സംസാരിച്ചാലും മലയാള ഭാഷയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. മലയാള ഭാഷയിലൂടെ നമുക്ക് അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന ഒരു വിദ്യുത് തരംഗമുണ്ടല്ലോ. അതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന സാധിക്കില്ല. ഭാഷ എല്ലാ ഭാഷയും പഠിക്കണം. മലയാളം മാത്രം പഠിക്കുന്നവരായി മാറണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മുടെ മാതൃഭാഷ അറിയണം. ആ മാതൃഭാഷയിൽ സംസാരിക്കുന്നത് ഒരു എന്താ പറയാ, അതൊരു നമ്മുടെ കഴിവുകേടായിട്ട് അല്ല നാം മാറേണ്ടത്. മനോഹരമായി ഇംഗ്ലീഷ് വെക്കാബുലറി അനുസരിച്ച് സംസാരിക്കുന്ന ആളുകളെ നാം അഭിനന്ദിക്കും, ഇല്ലേ? മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു പറയും. നമ്മുടെ മകനോ മകളോ വളരെ മനോഹരമായിട്ട് മലയാളം സംസാരിച്ചാൽ എന്തുകൊണ്ടാണോ നാം അവരെ അഭിനന്ദിക്കാത്തത്? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷയാണ് മലയാളം. അതുകൊണ്ടാണ് മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുറത്തുള്ള ആളുകളാണല്ലോ ജോലിക്ക് വരുന്നത്. പുറത്തേക്കുള്ള ആളുകൾ ജോലിക്ക് വന്നിട്ട് ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവരുടെ ഭാഷ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളെ ഭാഷ അവരല്ല പഠിക്കുന്നത്. നിങ്ങൾ ബീഹാർ പോകുന്നു, അവിടെ പോയി ജോലി ചെയ്താൽ നിങ്ങൾ ബീഹാറി ഭാഷ പഠിക്കണം, അല്ലാതെ അവർ മലയാളം പഠിക്കില്ല. നിങ്ങൾ ഒറീസയിൽ പോയാൽ ഒറിയ ഭാഷ നിങ്ങൾ പഠിക്കണം ജോലി ചെയ്താൽ. പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരുണ്ടാവുമല്ലോ. പക്ഷെ കേരളത്തിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബംഗാളിയാണെങ്കിൽ നാം ഹിന്ദി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഇല്ലെങ്കിൽ ഒന്നും സാധനം കിട്ടില്ല എന്നാ പറയുക. അവർ മലയാളം പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല. അവർ മലയാളമല്ല പഠിക്കേണ്ടത്. നാം അവരുടെ ഭാഷ പഠിക്കണം, അവർ നമ്മുടെ ഭാഷ പഠിക്കണം. ഭാഷയോടുള്ള ഒരു നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് കേവലം ഭാഷ മാത്രമല്ല, അത് നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ആത്മാഭിമാന ബോധമാണ്. നിങ്ങളൊരു പക്ഷെ നാളെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കോളേജുകളിലായിരിക്കും അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിൽ നിങ്ങൾ പോകുമായിരിക്കും. എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ മലയാളിയാണ് എന്ന് ആത്മാഭിമാന ബോധത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ വേരുകളുള്ളത്. വേരുകൾ നഷ്ടപ്പെട്ടു പോയാൽ ഒരു സമൂഹത്തിനും ഭാവി ഉണ്ടാവില്ല. എത്ര ഉന്നതങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു പോയാലും വേരുകൾ ദുർബലമായാൽ
അത് തളിർക്കില്ല, കായ്ക്കില്ല, പൂക്കില്ല. നമ്മുടെ വേരുകൾ നമ്മുടെ ഭാഷയാണ്, നമ്മുടെ നാടാണ്. ആ വേരുകളിലേക്ക് പോകാൻ നാം ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്നിടത്ത് ഏറ്റവും മനോഹരമായിട്ട് മാതൃഭാഷ സംസാരിക്കുന്ന ആളുകളെ നാം കണ്ടുപിടിക്കുക. നിങ്ങൾ ആലോചിച്ചു, ഡോക്ടർ അബ്ദുൽ കലാം എത്ര ഭാഷ അറിയാം അദ്ദേഹത്തിന്, എത്ര ഭാഷ അറിയാം. പക്ഷെ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് തമിഴ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹത്തിന്റെ തമിഴാണ്. അതൊരു നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ കൂടി ഉണ്ടായാൽ ജീവിതം വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, വിജയകരമായി മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒരു കുട്ടി വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് നാം റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കുന്നത്, പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് നാം ആർജിച്ചിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് ആ സമൂഹത്തിൽ നന്മകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് നന്മകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല മനുഷ്യരായിട്ട് മാറാൻ ഇവിടെ വിജയം കരസ്ഥമാക്കി വന്നിട്ടുള്ള എല്ലാ അനുജന്മാർക്കും അനിയത്തിമാർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാവന്ദനം 2024 പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.